ഹലോ ഡിയർ ഫ്രണ്ട്സ്, തിരക്കാണ്, നല്ല തിരക്കാണ്, മഴയൊക്കെയാണ്. നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പുറത്ത് പോകാനും എല്ലാത്തിനും നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ പുറത്ത് ഒരു ചെറിയൊരു കുട്ടികളൊക്കെ കയറിയിരിക്കുന്ന ഓടിക്കുന്ന കാറുണ്ടല്ലോ, അതിൻ്റെ ഒരു വർക്ക് വന്നു. അത് വീട്ടിൽ പോയി ചെയ്യാറില്ല, ഫീൽഡിൽ പോയി ചെയ്യാറില്ല, ഷോപ്പിലേക്ക് വന്നാലേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് ഒരു അബദ്ധമാണ്, അവർക്ക് എടുക്കാൻ പറ്റില്ല. അവർ വളരെ കഷ്ടപ്പെട്ട് 7th ഫ്ലോറിൽ കയറ്റിയിരിക്കണം. 7th 8th ഫ്ലോറിൽ റൂഫിലാണ് കയറ്റി വെച്ചിട്ടുള്ളത്. അത് എടുക്കാനായിട്ടുള്ള യാതൊരു എങ്ങനെയാണ് കയറ്റിയെന്ന് അറിയില്ല. എന്തായാലും അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, ഒന്ന് വന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് വന്നു. ഞാൻ ഇനി കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കൊണ്ടുപോയിട്ടൊന്ന് ഫിക്സ് ചെയ്ത് എങ്ങനെയാണ് സെറ്റ് ആക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കേമോ, നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. 7th ഫ്ലോറാണ്, നമുക്കന്ന് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ ടോയ് കാറ്. കുട്ടികളൊക്കെ കയറിയിരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു കാറാണ്. ഇതിൻ്റെ ഉള്ളിൽ സർക്യൂട്ട് ബോർഡൊക്കെ ഉണ്ട്, മ്യൂസിക്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പെൻ ഡ്രൈവ് ഒക്കെ കുത്തി പാട്ടൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ ഇത് എലിയൊക്കെ കയറി ചീത്തയാക്കി കളഞ്ഞു. മൊത്തം വയേഴ്സ് എല്ലാം കട്ട് ചെയ്തു. പക്ഷേ വയേഴ്സ് കട്ട് ചെയ്താലും നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സർക്യൂട്ടൊക്കെ നമുക്കതെല്ലാം ചെയ്ത് നമുക്ക് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഫ്രണ്ട് പാനലിൽ വരുന്ന ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒക്കെ ഭാഗത്താണ് ഇതിൻ്റെ പെൻ ഡ്രൈവിൻ്റെ ബോർഡുള്ളത്. അതിനകത്തും പിന്നെ പുറകിലൊരു മദർ ബോർഡുണ്ട്. ഇതിൻ്റെ മൊത്തം കൺട്രോൾ അതിനകത്താണ് നടക്കുന്നത്. ആ ഒരു ബോർഡും ചീത്തയായിപ്പോയി. അതായത് വെള്ളമൊക്കെ വീണിട്ട് അത് തുരുമ്പെടുത്ത് പോയി, ചീത്തയായിപ്പോയി. അത് ഞാൻ റിപ്പയർ ചെയ്ത് നോക്കിയിട്ട് പക്ഷേ അത് ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. കാര്യം വീണ്ടും കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ബോർഡ് ഞാൻ അന്വേഷിച്ചപ്പോൾ നമുക്കത് ഓൺലൈനിൽ നല്ല വില വരും. അപ്പോൾ അതിലും ഭേദം നമുക്കുള്ള ഇതിനകത്ത് മോട്ടറും ബാറ്ററിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സർക്യൂട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ടു വേ സെൻറ്റർ ഓഫ് സ്വിച്ചൊക്കെ ഉണ്ട്. നമുക്കത് വെച്ചിട്ടാണ് നമ്മളിതിനകത്ത് നമ്മൾ പ്രവർത്തനം കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനൊരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, നിലവിലുണ്ടായിരുന്ന ബോർഡുകളെല്ലാം നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഡിസ്കണക്റ്റ് എല്ലാം എലി ചെയ്തു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തു. എന്നിട്ട് പുതിയ ബാറ്ററിയും അതിൻ്റെ പുതിയ സ്വിച്ചൊക്കെ വെച്ചിട്ട്, ഒരു പവർ സ്വിച്ചും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും മൂവ് ചെയ്യാനുള്ള ഒരു 2 വേ സ്വിച്ച് ഉണ്ട്. അതെല്ലാം കൂടി ഫിക്സ് ചെയ്ത് ഒരു പുതിയ സർക്യൂട്ട് വയർ കിറ്റിനകത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും വൃത്തിയായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റി. നല്ല കപ്പാസിറ്റി ഉള്ള 4 മോട്ടറുള്ള ഒരു ജീപ്പാണിത്. നല്ല പവറുള്ള വണ്ടിയാണ്. സത്യത്തിൽ നല്ല പവറുണ്ട്. 4 ഇതിനാണെങ്കിലും നല്ല പവറുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ വയർ കിറ്റുകളെല്ലാം ഞാൻ സെറ്റ് ചെയ്തു. സീറ്റൊന്നും പിടിപ്പിച്ചിട്ടില്ല. സീറ്റൊക്കെ പിടിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ എൻ്റെ വയറിങ് പരിപാടികളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു. റൈറ്റ് സൈഡിൽ ആണ് ഞാൻ ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്. ഇതിൻ്റെ മദർ ബോർഡിൻ്റെയൊക്കെ ഉള്ളിൽ മൊത്തം ചീത്തയായി പോയി. ഞാനത് ശരിയാക്കാൻ നോക്കിയിട്ടും വലിയ കാര്യമായിട്ടത് ലൈഫ് കിട്ടില്ല. അപ്പോൾ കസ്റ്റമറിന് വീണ്ടും അതുകൊണ്ട് വലിയ ഗുണമില്ലാതായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വയർ കിറ്റ് പുതിയത് നമ്മൾ കയറ്റിയതിനകത്തേക്ക്. അപ്പോൾ മദർ ബോർഡിൻ്റെ ആവശ്യം വരില്ല. ഫ്രണ്ടും ബാക്കും മൂവൊക്കെ ചെയ്യും. പെൻ ഡ്രൈവ് കുത്തി പാട്ട് കേൾക്കുന്ന പരിപാടികൾ മാത്രമാണ് ഇതിനകത്ത് മിസ്സിങ് ആവുള്ളൂ. അങ്ങനെ ഇതാണ് പവർ സ്വിച്ച്, അത് ഓൺ ഓഫാണ്. പിന്നെ ഇത് ഫ്രണ്ടും ബാക്കുമാണ്. ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലേറ്റർ ചവിട്ടി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. ഇനി ബാക്കിലേക്ക് മൂവ് ചെയ്യാം. ശരിക്കും നല്ല പവറുണ്ട് വണ്ടി. നല്ല മോട്ടറിനൊക്കെ നല്ല പവറുള്ള വണ്ടിയാണ്. എന്തായാലും ഭംഗിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സീറ്റൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് സെറ്റപ്പാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ഉടമസ്ഥനെ നമുക്ക് വിളിക്കാം. ഉടമസ്ഥൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ട ഇപ്പോൾ നല്ല വൃത്തിയായി തുടച്ച് സീറ്റെല്ലാം ഫിക്സ് ചെയ്തു.
ഇനി നല്ല എല്ലാം നല്ല വൃത്തിയായി, നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആൾ വന്നു കഴിഞ്ഞാൽ ഓടിക്കാം. ഏകദേശം 20-22 കിലോ വരെയുള്ള കുട്ടികൾക്ക് ഇതിനകത്ത് ഇരുന്ന് ഓടിക്കാവുന്നതാണ്. കുഴപ്പമില്ല. കാര്യം നല്ല പവറൊക്കെ എടുക്കാൻ നല്ല പവറുണ്ട് വണ്ടി. ആൾ 25 കിലോ ആയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു മോഡലാണ് വണ്ടി. അതെ, ആൾ വന്നു. ആൾ നല്ല എക്സ്പേർട്ടാണ് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. സിമ്പിളായിട്ടാണ് ആൾ ഓടിക്കുന്നത്. എന്തായാലും ആൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പവറൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പവറുണ്ട് ഇതിന്. അത് നല്ല ചെറിയ ഹമ്പ് പോലെ ഉണ്ട്. ഹമ്പൊക്കെ എടുത്ത് ചാടിച്ചുകൊണ്ടാണ് ആൾ ഓടിക്കുന്നത്. എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇതുപോലെ ഉള്ള വണ്ടികളൊക്കെ എന്തായാലും കുട്ടികൾക്ക് ഒരുപാട് നാളായിട്ട് കേടായി കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് പറഞ്ഞാൽ അത് തീരില്ല. എന്തായാലും മിഷൻ കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും ഇനിയിപ്പോൾ തുറന്ന് നമുക്ക് പിരിയാം. ഇതുപോലുള്ള വർക്ക് ഇനിയും ഉണ്ടാവും. അത് മറ്റൊരു വീഡിയോയിലും തരാം. എന്തായാലും ടോയ് കാർ റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല ഗ്രാൻഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വിജേഷനൊക്കെ ഉണ്ടാവും. താങ്ക് യു.